ഗർഭവാർത്തക്കിനി വലിയ റീച്ച് കിട്ടില്ല എന്ന് കണ്ടതോടുകൂടി തന്നെ എന്നാ പുട്ടിനൽപ്പം പീരെ എന്നതുപോലെ കുറച്ച് ജാതി കുത്തിത്തിരിപ്പുണ്ടാക്കാമെന്ന വ്യാമോഹവുമായി നടന്ന ശബരിമല കൊള്ളക്കാരുടെ അടക്കം വായടപ്പിച്ച ഒരു മറുപടി. ബീഫ് ഫ്രൈയെ ചൊല്ലി യുവാക്കൾ തമ്മിൽ കഴിഞ്ഞ ദിവസമാകട്ടെ കോഴിക്കോട് നടക്കാവിൽ ഉണ്ടായ വലിയൊരു സംഘർഷം. അതാകട്ടെ ചിലർ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് വർഗീയതയുടെ വിഷം അവിടെ അഴിച്ചുവിടാമെന്ന വ്യാമോഹത്തിലായിരുന്നു. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വർഗീയത ആളിക്കത്തിക്കാമെന്ന് ഓർത്ത നമ്പർ 1 കേരള ടീംസിന് ഇപ്പോൾ പണി പാളിയിരിക്കുകയാണ്. അത്രേ ഉള്ളൂ. വന്ന് സോഷ്യൽ മീഡിയയിൽ കയറിയോ അവിടെയും സ്ഥിരതയില്ല, TV വെച്ചോ അവിടെയും സ്വസ്ഥതയില്ല, റോഡിൽ ഇറങ്ങിയാൽ അവിടേക്കും പോകാമെന്ന് വെച്ചാൽ അവിടെയും സ്വസ്ഥതയില്ല. നീയൊക്കെ ആ അമ്പല കള്ളന്മാരെ കണ്ടുപഠിക്ക്. ശബരിമലയുടെ കഴുക്കോൽ വരെ അടിച്ചു മാറ്റി പൂണൂലിട്ട പോറ്റിയും കള്ളൻ മുരാരി ബാബു നായരും പട്ടേൽ വാസുവേട്ടനും ഒരുവിധ ജാതി ചിന്തകളും ഇല്ലാതെ തന്നെ ജയിലിൽ മട്ടനും സാപ്പിട്ട് ചീട്ട് കളിക്കുന്നു. മനസ്സിൽ 4 എണ്ണവും പ്രാർത്ഥിക്കുന്നത് പുറത്തിറങ്ങുമ്പോൾ അടിച്ചു മാറ്റി വെച്ച സ്വർണത്തിന് പവന് 2-3 ലക്ഷം ആവണേ അയ്യപ്പ എന്നതാണ് അവറ്റോളുടെ പുഷ്കലകാലം. ഇത്തരം കാര്യങ്ങളിൽ, അതായത് ഇപ്പോൾ ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് തന്നെ ബീഫ് ഫ്രൈ കിട്ടിയില്ല എന്നതിൻ്റെ പേരിൽ വലിയ സംഘർഷം ഉടലെടുക്കുകയും അതിനെ മറ്റൊരു തലത്തിലേക്ക് ചിന്തിക്കുകയും അല്ലെങ്കിൽ അതിനെ വർഗീയ കലാപത്തിലേക്ക് വരെ കൊണ്ടെത്തിക്കാൻ തരത്തിലേക്ക് ഇതിനെ വളച്ചൊടിക്കുന്നവർക്കെതിരെ ഇപ്പോൾ വലിയ രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് ചുട്ട മറുപടി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ സോഷ്യൽ ആക്ടിവിസ്റ്റ് കൂടിയായ അഞ്ജു പാർവതി രംഗത്ത് വന്നിരിക്കുന്നത്. അവർ ഫേസ്ബുക്കിലൂടെ കുറിച്ച പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഒന്ന് നോക്കാം. ഇവിടെ സോഷ്യൽ മീഡിയയിൽ സീത ഇറച്ചിച്ചോറ് വെച്ചോ ശ്രീരാമൻ സാമ്പാർ കഴിച്ചോ എന്നതിൻ്റെ പേരിൽ പൊരിഞ്ഞ തല്ലുപിടി. ആരെന്തൊരു പുല്ല് വേണമെങ്കിലും തിന്നട്ടെ. ശബരിമല സ്വർണ്ണക്കൊള്ള എന്തായി എന്നറിയാൻ 10 മണിയുടെ മനോരമ വാർത്ത കാണാനിരുന്നു. അപ്പോഴതാ കോഴിക്കോട് നടക്കാവിൽ ഒരു കൂട്ടം ആളുകൾ ചേരുതിരിഞ്ഞ് തല്ലുകൂട്ടം. അവിടെ ബീഫ് ഫ്രൈ വാങ്ങി കൊടുക്കുമോ എന്ന് ചോദിച്ചതിൻ്റെ പേരിലാണ് അടിപിടി. സോഷ്യൽ മീഡിയയിലും റോഡിലും ഭക്ഷണത്തിന്റെ പേരിൽ തല്ലും കുത്തും നടത്തുന്ന എൻ്റെ പൊന്ന് പ്രബുദ്ധരെ, ത്രേതയുഗത്തിലെ ദശരഥൻ കുതിര ഇറച്ചിയോ കാള ഇറച്ചിയോ എന്തു വേണമെങ്കിലും തിന്നട്ടെ. സീതാദേവി ഇറച്ചിച്ചോറ് കുഴിമന്തിയോ എന്തു വേണമെങ്കിലും കുക്ക് ചെയ്യട്ടെ. അല്ലെങ്കിൽ ശ്രീരാമൻ സാമ്പാറും പരിപ്പ് കറിയും കോരി കുടിക്കട്ടെ. അത് പ്രാചീന കാലം. നീയൊക്കെ ഈ 2026-ലും ഈ ശ്യാമേട്ടൻ്റെ കുത്തിത്തിരിപ്പും നമ്പൂരിച്ചൻ്റെ വെജ് മാനിയയും ഒക്കെ കേട്ട് ചേരിതിരിഞ്ഞ് മത്സരിച്ച് തമ്മിൽ തല്ലുമ്പോൾ നാളത്തേക്ക് അടുപ്പത്ത് ഇടാൻ അരി ഉണ്ടോ എന്ന് നോക്കിയോ? ബീഫും മട്ടനും സാമ്പാറും സദ്യയും പായസവും തിന്നാമെന്ന് വെച്ച റോക്കറ്റ് പോലെയാണ് സാധനങ്ങളുടെ വില. അതിന് എല്ലുമുറിയെ പണിയെടുത്തേ പറ്റൂ. ശ്യാം സാറിന് കുത്തിത്തിരിപ്പിന് ഫണ്ടുണ്ട്. നമ്പൂരിക്ക് ഹോട്ടൽ ബിസിനസ്സും ഹൈ ക്ലാസ് പാചക പണിയുമുണ്ട് എന്ന് വെച്ചാൽ അവർക്ക് കയ്യിൽ തോനെ പുത്തൻ കിടക്കുമെന്ന്. ഇനി അറ്റ കൈക്ക് നിങ്ങൾ കിട്ടണ പൈസയ്ക്ക് ഇപ്പറഞ്ഞ ബീഫും അൽഫാമും പാലടയും തൈരും മോരും അവിടെ ചേരിതിരിഞ്ഞ് വാരി വലിച്ച് തിന്നാൽ കൊളസ്ട്രോളും ഷുഗറും BP-യും ഫ്രീ ആയി കൂടെ പോരും. ഒടുക്കം ചികിത്സയ്ക്ക് സർക്കാർ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അവിടെ ഹാരിസ് ഡോക്ടർ പറഞ്ഞതുപോലെ മരുന്നുമില്ല, ഉപകരണവും ഇല്ല. അറ്റാക്ക് വന്നാൽ കട്ടയും ബോർഡും മടങ്ങി മൂക്കിൽ പഞ്ഞി വെച്ച് ഭിത്തിയിൽ പടമായിരിക്കാം. അതാണ് അവസ്ഥ. ബീഫിന്റെ പേരിൽ റോഡിൽ കിടന്ന് തല്ലുണ്ടാക്കുന്നവന്മാർ കുത്തും വെട്ടുമായി സർക്കാർ ആശുപത്രിയിൽ ചെന്നാൽ വെച്ച് കെട്ടാൻ അവിടെ പഞ്ഞി പോലുമില്ല. പിന്നെ മുറിവ് സെപ്റ്റിക്കായി നരകിച്ചു തീരും. അത്രയേ ഉള്ളൂ. ആദ്യം നീയൊക്കെ അടപടലം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ആരോഗ്യ കേരളത്തിന്റെ പിഴച്ച പോക്കിനെ കുറിച്ച് സംസാരിക്കുക. അവിടെ എന്നിട്ട് മതി ശ്യാം സാറിൻ്റെ കുത്തിത്തിരിപ്പിന് പിന്നാലെ പോവാൻ. എവിടെ പ്രബുദ്ധരെ? ത്രേത യുഗത്തിലെ രാമന്റെ പേരിലും സസ്യാഹാരത്തിന്റെ പേരിലുമൊക്കെ വിവാദം പടച്ചുണ്ടാക്കി മറ്റേ ശബരിമല തീവെട്ടിക്കൊള്ള മറയ്ക്കാനുള്ള പുറപ്പാടാണ് ഇതൊക്കെ കേട്ടോ. ഗർഭവാർത്തയ്ക്ക് ഇനി വലിയ റീച്ച് കിട്ടില്ല എന്നായപ്പോൾ നേരെ ഒരു ജാതി കുത്തിത്തിരിപ്പ് ഭക്ഷണം വെച്ച് കളിക്കുവാണ്. അത്രയേ ഉള്ളൂ. വന്ന് സോഷ്യൽ മീഡിയയിൽ കയറിയ സ്വസ്ഥതയില്ല, TV വെച്ച സ്വസ്ഥതയില്ല, റോഡിൽ ഇറങ്ങാന്ന് വെച്ചാലും സ്വസ്ഥതയില്ല. നീയൊക്കെ ആ അമ്പലക്കള്ളന്മാരെ കണ്ടുപഠിക്ക്. ശബരിമലയുടെ കഴുക്കോൽ വരെ അടിച്ചു മാറ്റി പൂനൂലിട്ട പോറ്റിക്കള്ളനും മുരാരി ബാബു നായരും പപ്പേട്ടൻ വാസുവേട്ടനും ഒരുവിധ ജാതി ചിന്തകളും ഇല്ലാതെ തന്നെ ജയിലിൽ മട്ടനും സാപ്പിട്ട് ചീട്ട് കളിക്കുന്നു. മനസ്സിൽ 4 എണ്ണവും പ്രാർത്ഥിക്കുന്നത് പുറത്തു വരുമ്പോൾ അടച്ചിട്ട അല്ലെങ്കിൽ അടിച്ചു മാറ്റി വെച്ച സ്വർണത്തിന് പവന് 2-3 ലക്ഷം ആവണേ അയ്യപ്പ എന്നാണ് അവറ്റോളുടെ പുഷ്കലകാലം.
ഇക്കണ്ട കാട്ടുകൊള്ള അവന്മാർ നടത്തിയിട്ടും ഇവിടെ ചർച്ച സീത ബിരിയാണി വെച്ചോ ശ്രീരാമൻ സാമ്പാർ കുടിച്ചോ എന്നാണല്ലോ എന്നതാണ് അവർ ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ച ഈ ഒരു കുറിപ്പിൽ വളരെ രൂക്ഷമായ വിമർശനം അഴിച്ചുവിട്ടുകൊണ്ട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.